ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ നമ്മളൊന്ന് നോക്കാം. ഓക്കെ, ഗിവൺ ബിലോ ആ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദിസ് പിക്ചർ. ഈ ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആംഗിൾ ഇൻ ദിസ് ഫിഗർ ഈസ് മോർ ദാൻ റൈറ്റ് ആംഗിൾ. ഒരു ആംഗിൾ എന്ന് പറയുന്നത് മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ നമുക്കറിയാം ഏതാണ്, 90 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ഏത് ആംഗിളാണ് മോർ ദാൻ റൈറ്റ് ആംഗിൾ? ഇതാണല്ലേ. കാരണം റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഇത് ഇങ്ങനെ പോയിരുന്നു, ഇത് ഇങ്ങനെയുമാണ് വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ഇത് മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി 3 ആംഗിൾ ഇൻ ദിസ് ഫിഗർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. ഇതിൽ 3 ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഇത് വരും അല്ലേ, ഒന്ന് ആ സൈഡിലുള്ളത് വരും, ഒന്ന് ഇത് വരും. അപ്പോൾ അതും ശരിയാണ്. ഇനി 2 ആംഗിൾസ് ഇൻ ദിസ് ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. 2 ആംഗിൾസ് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെഷർ ആൻഡ് റൈറ്റ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ദിസ് എബവ് ഫിഗർ. ഈ ഫിഗറിലെ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഈ ആംഗിൾ ആണ് ലാർജസ്റ്റ് എന്ന് പറയുന്നത്, ഇത്. അപ്പോൾ ഇത് നിങ്ങളെ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളന്ന് നോക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് 130 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 130 ഡിഗ്രി. ഇനി അടുത്ത സി ചോദ്യം നോക്കൂ. ഡ്രോ ദ ഫിഗർ ബിലോ വിത്ത് ഗിവൺ മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റ് വെച്ചുകൊണ്ട് ഇത് വരക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വരക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ. എങ്ങനെ നമ്മൾ വരക്കണം? ആദ്യം തന്നെ നമ്മൾ താഴെ 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഈ 5 സെൻറ്റിമീറ്റർ എടുക്കുക. അതിനുശേഷം ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക. കൂടുതലുള്ളത് എന്ത് ചെയ്യാം? മായ്ച്ചു കളയുകയും ചെയ്യാം. ഇനി അതേപോലെ തന്നെ അടുത്ത എന്ത് ചെയ്യുക? ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് 5 സെൻറ്റിമീറ്റർ വരക്കുക. ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 45 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇവിടെയും വെച്ചിട്ട് 45 ഡിഗ്രി അടയാളപ്പെടുത്തുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരക്കാം, അല്ല എന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വരക്കുക. എന്നിട്ട് കൂടുതലുള്ളത് ഏതാണെങ്കിൽ അത് മായ്ച്ചു കളയുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ആംഗിൾസ് 60 ഡിഗ്രി, അതുപോലെ ഈ 45 ഡിഗ്രി, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അളന്ന് എഴുതുകയും ചെയ്യാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2 ഹാസ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2A-യും 2B-യും ഉണ്ട്. ഓക്കെ, ആൻസർ എനി 1 ആണ്. ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡ്രോ ദ പിക്ചർ ബിലോ ആൻഡ് ഷെയ്ഡഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നമ്മളെടുത്ത് വരക്കാനാണ് പറയുന്നത്. അതിനുശേഷം ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ത്രികോണം നിങ്ങൾ വരക്കുക. ഇവിടെ ആദ്യം തന്നെ ഒരു ത്രികോണം വരക്കുക. അതുപോലെ തന്നെ അതിനുള്ളിലായിട്ട് അടുത്ത ത്രികോണം കൂടെ നിങ്ങൾ വരച്ച് ചേർക്കുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ട പണി ഇതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ഉണ്ടാവില്ലേ, ഇതിൻ്റെ നടു നമ്മൾ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നടുവിന് ഇതിങ്ങോട്ടും ഇതിങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ 2 പോയിന്റ്സും കൂടെ നിങ്ങൾ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു രൂപം കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിന് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിലെ ബി ചോദ്യം 1/6 പാർട്ട് ഓഫ് ദ സർക്കിൾ ബിലോ ഇസ് ഷെയ്ഡഡ്. താഴെ തന്നിട്ടുള്ളത് 1/6 പാർട്ടാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതിൽ ഏത് പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് താഴെ കൊടുത്തതിൽ ഏതാണെന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ് അല്ലേ. 360 ഡിഗ്രി ആണ്. ഇനി ഇവിടെ 1/6 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്നും മനസ്സിലായി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 360 ഡിഗ്രി ഇൻറ്റു 6 ആണോ? 360 ഡിഗ്രി പ്ലസ് 6 ആണോ? 180 ഡിഗ്രി പ്ലസ് 6 ആണോ? 180 ഡിഗ്രി ഇൻറ്റു 6 ആണോ? ഏതാ വരുന്നത്? 360 ഡിഗ്രി പ്ലസ് 6 ആണ് വരുന്നത്. ഓക്കെ, സോറി, പ്ലസ് അല്ല, ഡിവൈഡ് ആണ് കേട്ടോ. ഡിവൈഡ് 6 ആണ് വരുന്നത്. അപ്പോൾ 360-ലെ 6 ഭാഗം എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. ഇനി ഇതിലെ 2B ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ കറക്റ്റ് റിലേറ്റഡ് ടു ദ ഷെയ്ഡഡ് പാർട്ട് ഓഫ് ദ സർക്കിൾ. ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം. എ എന്ന് പറയുന്നത് 1/3 പാർട്ട് ഓഫ് ദ ഷെയ്ഡഡ് സർക്കിൾ ഈസ് ഷെയ്ഡഡ്. എന്താണ് ഇതിലെ 1/3 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആദ്യത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ബി 3/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇതിലെ 3/10 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്.
അടുത്തത് എന്താ പറയുന്നത്? അടുത്തത് പറഞ്ഞിട്ടുള്ളത് 3/8 പാർട്ടാണ്. 3/8 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് 3/5 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഈ സർക്കിളിൻ്റെ എന്നതാണ്. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 108 ആണ് അല്ലേ? 108 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് ഈ സർക്കിളിൻ്റെ എത്ര ഭാഗം എന്നാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 108നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ടിനെയും നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/10 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 3/10 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിലെ ബി ചോദ്യം, ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡഡ് ഇറ്റ്സ് 4/9 പാർട്ട്. എന്താണ്? ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ 4/9 പാർട്ട് നമ്മളെടുത്ത് ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 4/9 പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? 4/9 ഇൻറ്റു 360 ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 160 കിട്ടും. അപ്പോൾ 160 ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മളിതിൻ്റെ റേഡിയസിൽ നിന്നും 160 വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. ആ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറി? 4/9 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, എ ഫ്യൂ ആപ്പിൾസ് വിത്ത് ദ സെയിം സൈസ് ഈച്ച് കട്ട് ഇൻറ്റു 4 ഈക്വൽ പാർട്സ് ആർ കെപ്റ്റ് ഇൻ എ ബൗൾ. അപ്പോൾ എന്താണ്? കുറച്ച് ആപ്പിൾ എടുത്ത് സെയിം സൈസിലുള്ള ആപ്പിൾ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് അത് 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഒരു ബൗളിൽ വെച്ചു. ഓക്കെ, ഈ ചോദ്യം, സുമേഷ് took 9 പീസസ്. സുമേഷ് അതിൽ നിന്നും എന്തെടുത്തു? 9 പീസ് അതിൽ നിന്നും എടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹൗ മെനി ആപ്പിൾസ് ഡിഡ് സുമേഷ് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ സുമേഷ് എത്ര എണ്ണം എടുത്തിട്ടുണ്ടെന്നാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ 9 പീസാണ് എടുത്തിട്ടുള്ളത് അല്ലേ? ആകെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 4 ആപ്പിൾസ്, 4 ഈക്വൽ പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 9/4 ആയിട്ട് മാറും. 9/4 എന്ന് പറയുന്നത് എത്രയാണ്? 2 1/4 ആണല്ലേ? 2 1/4 ആപ്പിൾസ് എന്നോ അല്ല എന്നുണ്ടെങ്കിൽ 2 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 2 and 2.25 ആണല്ലേ? അഥവാ 2.5 എടുത്തു വരുന്ന അത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ദിവ്യ ഗോട്ട് 3 1/4 ആപ്പിൾസ്. അപ്പോൾ ദിവ്യക്ക് എത്ര കിട്ടി? 3.25 ആപ്പിൾ കിട്ടി. ഓക്കെ, 3.25 എന്ന് പറയുന്നതാണ് 3 1/4 എന്ന് പറയുന്നത്. ഇനി ഹൗ മെനി പീസസ് ഡിഡ് ദിവ്യ ടേക്ക്? അങ്ങനെയാണെങ്കിൽ ദിവ്യ എത്രയാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദിവ്യ എടുത്ത എത്ര പീസാണ് എന്നതാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദിവ്യ എടുത്തിട്ടുള്ളത് എത്രയാണ്? 3 1/4 ആണല്ലേ? 3 1/4 എന്ന് പറയുന്നത് ഇതിനെ മിക്സറാണ് ഇതുള്ളത് അല്ലേ? മിക്സഡ് ഫോമിൽ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ എന്തായിട്ട് കിട്ടും? 13/4 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈ 13/4നെ നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 13 പീസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 13 പീസസ് ആണ് ആരെടുത്തിട്ടുള്ളത്? ദിവ്യ എടുത്തിട്ടുള്ളത്. ഇനി ഹൗ മെനി ആപ്പിൾസ് ഡിഡ് ദിവ്യ ആൻഡ് സുമേഷ് ടേക്ക് ടുഗെദർ? അങ്ങനെയാണെങ്കിൽ ദിവ്യയും സുമേഷും കൂടെ ആകെ എത്ര എടുത്തു? ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ സെപ്പറേറ്റ് എടുത്താൽ പറഞ്ഞല്ലേ? ഇനി 2 പേരും കൂടെ എടുത്തിട്ടുള്ള ആപ്പിളാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇവിടെ സുമേഷ് എടുത്തിട്ടുള്ളത് എത്രയായിരുന്നു നേരത്തെ? 2 1/4 ആണല്ലേ? പ്ലസ് എന്തും കൂടെ ഉണ്ട്? ദിവ്യ എടുത്തിട്ടുള്ള 3 1/4 കൂടെ ഉണ്ട്. ഇതിൻ്റെ രണ്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 2ഉം 3യും കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടും. ഇനി 1/4 1/4 കൂടെ കൂട്ടുമ്പോൾ 1/2 കിട്ടും അല്ലേ? അപ്പോൾ 5 1/2 അഥവാ 5.5 ആപ്പിളാണ്. 5.5 ആപ്പിളാണ് ആരെടുത്തിട്ടുള്ളത്? 2 പേരും കൂടെ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 14/5? 14/5ന് ഈക്വൽ ആയിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ ഓപ്ഷൻസാണ് അവിടെ തന്നിട്ടുള്ളത്? ഒന്നെന്ന് പറയുന്നത് 1 4/5, അതുപോലെ 10 4/5, 2 4/5, 3 4/5. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 4/5 എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഹാസ് 2 ക്വസ്റ്റ്യൻസ് ആണ്. 4Aയും 4Bയും ഉണ്ട്. ആൻസർ എനി 1 ആണ്. 4A ചോദ്യം നോക്കൂ. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളെടുത്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്?
4/20 ഈസ് അനദർ ഫോം ഓഫ് 1/5. 1/5ൻ്റെ അടുത്തൊരു ഫോമാണ് 4/20 എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇഫ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് 4/20 ആർ ഡിവൈഡഡ് ബൈ ദ സെയിം നമ്പർ വി വിൽ ഗെറ്റ് 1/5. ഇപ്പോൾ 4/20ൻ്റെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/5 കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ 4/20 എന്ന് പറയുന്ന 1/5ൻ്റെ അനദർ ഫോം തന്നെയാണ്. അതുപോലെ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/5 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷന്? ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി റൈറ്റ് two forms of 1/2 and 1/7 with the same denominator. അപ്പോൾ 1/2ൻ്റെയും 1/7ൻ്റെയും അടുത്ത രണ്ട് സെയിം ഡിനോമിനേറ്റർ ആയിട്ടുള്ള അടുത്ത രണ്ടെണ്ണം എഴുതാനാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് 14/28 വരും, അടുത്തത് 4/28 വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന് മുന്നേ വരുന്ന ഏതാണ്? 7/14 വരും, അതുപോലെ 2/14 വരും. ഇനി അടുത്തത് നോക്കൂ, സി ചോദ്യമാണ്. എ റിബൺ ഹാവിങ് ലെങ്ത് ഓഫ് 96 സെൻറ്റിമീറ്റർ. ഒരു റിബണ് 96 സെൻറ്റിമീറ്റർ എന്തുണ്ട്? ലെങ്ത് ഉണ്ട്. ഈസ് ഈക്വലി കട്ട് ഇൻ ടു 6 പീസസ്. ഇത് ഈക്വലായിട്ട് 6 പീസായിട്ട് കട്ട് ചെയ്തു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 പീസ്? അങ്ങനെയാണെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? വളരെ സിമ്പിളാണ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 96നെ നമ്മൾ ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പീസ് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് 4ലെ ബി ചോദ്യം നോക്കാം. അനദർ ഫോം ഓഫ് ഫ്രാക്ഷൻ ഈസ് കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി. എന്താണ്? ഫ്രാക്ഷൻ, ഒരു ഫോമിലുള്ള ഫ്രാക്ഷൻ കോളം എയിലും അടുത്ത ഫോമിലുള്ളത് കോളം ബിയിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇതിനെ മാച്ച് ചെയ്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 5/7 ബന്ധപ്പെട്ടത് ഏതാണ്? 5/7 എന്ന് പറയുന്നത് 10/14 ആണ്. ഓക്കെ, 10/14 ആണ്. കാരണം എന്താണ്? 5 × 2 എന്ന് പറയുന്നത് 10, 7 × 2 എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്തത് നോക്കൂ, 2/5 ആണ് അല്ലേ? 2/5 റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാ? 4 × 10 ആണ്. ഓക്കെ, അല്ലെ 4/10 ആണ്. 4/10 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 3 ആണ്. ഇനി 6/22 ബന്ധപ്പെട്ടത് 3/11 എന്നുള്ളതാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ ഫ്രാക്ഷൻ. ഈ ഫ്രാക്ഷൻ്റെ സിംപ്ലിയസ്റ്റ് ആയിട്ടുള്ള ഫോം ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 42/72 വരുന്നത് 7/12 വരും. അതുപോലെ 18/81 എന്നുള്ളത് 2/9 എന്നും വരും. ഓക്കെ, അടുത്ത ചോദ്യം, 30 ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് ഇൻ 9 ഐഡൻറ്റിക്കൽ ബോട്ടിൽ. എന്താണ്? 30 ലിറ്റർ കോക്കനട്ട് ഓയിൽ 9 ഐഡൻറ്റിക്കൽ ബോട്ടിലാക്കിയിട്ട് നിറച്ചിട്ടുണ്ട്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ദർ ഇൻ ഈച്ച് ബോട്ടിൽ? അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലും എത്ര കോക്കനട്ട് ഓയിൽ ഉണ്ടായിരിക്കും? ഹൗ മച്ച് കോക്കനട്ട് ഓയിൽ ഈസ് ദർ ഇൻ 3 സച്ച് ബോട്ടിൽസ്? അങ്ങനെയാണെങ്കിൽ 10 ബോട്ടിൽ എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആകെ നിറച്ചിട്ടുള്ളത് 30 ലിറ്റർ ആണല്ലോ അല്ലേ? 30നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 1/3 ലിറ്റേഴ്സ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ഇത് 3 ബോട്ടിലാക്കുമ്പോൾ ഇതിന് എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 1/3 × 3 ചെയ്താൽ മതി. എത്ര കിട്ടും? 10 ലിറ്റേഴ്സ് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 10 ലിറ്റേഴ്സ്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തത്, ലുക്ക് അറ്റ് ദ പിക്ചർ. ദ ലാർജ് റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് മെയ്ഡ് ബൈ സ്റ്റേക്കിംഗ് ക്യൂബ്സ് ഓഫ് സ്ലേറ്റ് 2 സെൻറ്റിമീറ്റേഴ്സ് ഈച്ച്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു സ്റ്റേക്കിംഗ് ക്യൂബ് വെച്ചുകൊണ്ട് 2 സെൻറ്റിമീറ്റർ ഉള്ളതാണ്. അത് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റെക്ടാങ്കുലർ ബ്ലോക്കാണ് തന്നിട്ടുള്ളത്. ചോദ്യം, ഹൗ മെനി സ്മോൾ ക്യൂബ്സ് ആർ ദർ ഇൻ ദ ലാർജ് റെക്ടാങ്കുലർ ബ്ലോക്ക്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലാർജ് ആയിട്ടുള്ള ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൽ ഇതിൻ്റെ ഏറ്റവും വലുത്, ഇതിൽ എത്ര ക്യൂബ്സ്, എത്ര റെക്ടാങ്കുലർ സ്മോൾ ക്യൂബ്സ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എണ്ണി നോക്കണം അല്ലേ? ഇതിൽ എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളത് എണ്ണി നോക്കണം. എണ്ണി നോക്കൂ. 1 2 3 ഇങ്ങനെ 3 പോകും അല്ലേ? അപ്പോൾ 4 5 6 7 8. അപ്പോൾ എത്രയാണ് വരുന്നത്? 8 ആണല്ലേ? അപ്പോൾ 8 വെച്ച് വരും. അങ്ങനെ ഇത് എത്ര എണ്ണം ഉണ്ട്?
ഇത് മൊത്തം നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 24 എന്ന് കിട്ടും. അപ്പോൾ 24ൻ്റെ അടുത്തൊരു ഭാഗം കൂടെ ഉണ്ടല്ലേ. അപ്പോൾ 24 × 2 എന്ന് പറയുന്നത് 48. അപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടായിരിക്കും? 48 ബ്ലോക്ക്സ് ഉണ്ടായിരിക്കും. ഇനി വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്മോൾ ക്യൂബ്സ്? ഈ സ്മോൾ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 1 2 3 4 5 8 4 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും അതിൻ്റെ വോളിയം വരുന്നത്? 4 × 4 എന്ന് പറയുന്നത് 8 അല്ലേ. അപ്പോൾ 8 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിലെ സി ചോദ്യം നോക്കാം. സി ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജ് റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ക്യൂബിക് മീറ്റേഴ്സ്. എന്താണ് ഈ ലാർജ് റെക്ടാങ്കുലറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? നമുക്ക് അങ്ങോട്ട് പോകുന്നത് 4 ആണ്. അപ്പോൾ എന്ത് വേണം? L × P × H വേണ്ട, നമുക്ക് 3 വേണം അല്ലേ. അപ്പോൾ 4 × 8 × 8 ചെയ്ത് നോക്കാം. 384 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 384 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഇതിലെ ഡി ചോദ്യമാണ്. ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ ടാങ്ക് ഈസ് 2 meters. The tank contains 12,000 liters of water. അപ്പോൾ 2 മീറ്റർ ഉള്ള ഒരു ടാങ്കാണ്. അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്, ലെങ്ത്തും 2 മീറ്റർ ആണ്. അതിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ 12,000 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടാങ്ക് ഇൻ മീറ്റേഴ്സ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് എത്രയാണ്? 12,000 ആണല്ലേ. ഈ 12,000 നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ലിറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ 12 എന്ന് പറയുന്നത് അതിലെ വോളിയമാണ് അല്ലേ. അപ്പോൾ 12ന് നമ്മൾ എന്ത് ചെയ്യണം? 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമാണ്. അപ്പോൾ 12 × 2 × 2 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 12/4 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അവിടെ 3 മീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. 3 മീറ്റർ ആണ് അതിൻ്റെ നീളമല്ല, ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. ആറാമത്തെ ചോദ്യത്തിൽ എൻ അക്വേറിയം ഹാസ് 80 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്. എന്താണ്? അക്വേറിയത്തിന് 80 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്, 20 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുണ്ട്, 25 സെൻറ്റിമീറ്റർ ഹൈറ്റുമുണ്ട്. ഹാസ് സം വാട്ടർ ഇൻ ഇറ്റ്. അതിൽ എന്തുണ്ട്? കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്. ദെൻ വെൻ എ ക്യൂബ് ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റേഴ്സ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ് ദ അക്വേറിയം ഈസ് ഫിൽഡ്. അവിടെ അതിലെന്താണ്? 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബ് അതിലിട്ട് കൊടുക്കുകയാണ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ അക്വേറിയം? അങ്ങനെയാണെങ്കിൽ അക്വേറിയത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 80 ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, 20 ആണ് വിഡ്ത്ത്, 25 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 14,000 എന്ന് കിട്ടും. ഇനി വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ്? ആ ക്യൂബിൻ്റെ വോളിയം എത്രയായിരിക്കും? ക്യൂബിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 10 × 10 × 10 എത്ര കിട്ടും? 1000 എന്ന് കിട്ടും. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദർ ഇൻ ദ അക്വേറിയം? ആ അക്വേറിയത്തിലുള്ള വെള്ളം എന്ന് പറയുന്നത് എത്രയാണ്? ആകെ കൊള്ളുന്നത് എത്രയാണ്? അതിൽ 40,000 ആണല്ലേ. അതിൽ നിന്നും 10 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 39,000 എന്ന് കിട്ടും അല്ലേ. ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇത് ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 39,000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 39 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, 39 ലിറ്റേഴ്സ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. നാളത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.